ഇന്ന് ജാലിയൻ വാലാബാഗ് രക്തസാക്ഷിത്വ ദിനം. 105 വർഷങ്ങൾക്ക് മുൻപ് പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന കൊടും ക്രൂരതയായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടമാണ് ജാലിയൻ വാലാബാഗ്. വർഷം 1919 ഏപ്രിൽ 13. അന്ന് സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ച റൗലത്ത് ആക്ടിനെതിരെ അവർ ശബ്ദമുയർത്താൻ തന്നെ തീരുമാനിച്ചു. അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു പൊതുയോഗവും സംഘടിപ്പിച്ചു. യോഗം തുടങ്ങി കൃത്യം 1 മണിക്കൂർ പിന്നിട്ടു. അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ ഡയർ തന്റെ സേനകളുമായി ചേർന്ന് മൈതാനം വളഞ്ഞു. പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കാനുള്ള ഉത്തരവും നൽകി. പിന്നീട് അവിടെ ഉയർന്നത് വെടിയൊച്ചയും കൂട്ടമായ നിലവിളികളും. ജാലിയൻ വാലാബാഗിലെ മതിൽ ചുറ്റുകളിനുള്ളിൽ വെടിയേറ്റ് പിടഞ്ഞു വീണവരുടെ എണ്ണം എത്രയെന്ന് ഇപ്പോഴും തിട്ടമില്ല. ജീവൻ രക്ഷയ്ക്കായി മൈതാനത്തിനകത്തെ കിണറിലേക്ക് ചാടി രക്ഷപ്പെടാനും ചിലർ ശ്രമിച്ചു. എന്നാൽ ആ കിണറ്റിൽ നിന്ന് മാത്രം കണ്ടെത്തിയത് 120 മൃതശരീരങ്ങൾ. കണക്കിൽപ്പെടാത്തത് ഇനിയുമേറെ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ കൊടും ക്രൂരതയ്ക്കെതിരായ ശബ്ദങ്ങൾ രാജ്യത്താകെ ഉയർന്നു. കൂട്ടക്കൊലയ്ക്കെതിരായ തന്റെ ഒറ്റയാൾ പോരാട്ടമെന്നോണം രവീന്ദ്രനാഥ ടാഗോർ തന്റെ സർസ്ഥാനം നിഷ്കരുണം ഉപേക്ഷിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ രക്തം തളം കെട്ടിയ ആ ദിനത്തെ മൃഗീയമെന്നും വിശേഷിപ്പിച്ചു. എല്ലാം ഇന്നൊരു ചരിത്രമാണ്. ജാലിയൻ വാലാബാഗ് ഇന്നൊരു ചരിത്ര സ്മാരകവും. ഇത് ചരിത്രമെന്ന് നാം എഴുതി പഠിച്ചാലും അതിനെ മറക്കാൻ ശ്രമിച്ചാലും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ആ രക്തക്കറ ഇപ്പോഴും മാഞ്ഞുപോയിട്ടില്ല. കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൈകഴുകാൻ ബ്രിട്ടനും ആകില്ല. വർഷ വിജയൻ, ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.